രാജ്യത്തേക്കുള്ള കുടിയേറ്റ നയത്തിൽ വലിയ മാറ്റം വരുത്താൻ ചൈന. യുഎസിന്റെ പുതിയ ഫീസ് വർധന പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ചൈനയുടെ പുതിയ നീക്കം. മാത്രമല്ല, യുഎസ് പുതിയ തീരുമാനമെടുത്തത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ആ അവസരത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ടാണ് ചൈനയുടെ ഇടപെടൽ. യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി ചൈന പുതിയ വിസ വിഭാഗം പ്രഖ്യാപിച്ചു. യോഗ്യരായ യുവ ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകൾക്ക് ലഭ്യമായ സാധാരണ വിസ വിഭാഗങ്ങളിലേക്ക് ബീജിംഗ് ഒരു കെ വിസ കൂടി ചേർക്കുന്നു. വിദേശികളുടെ പ്രവേശനം, എക്സിറ്റ് നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു ഉത്തരവിൽ ചൈനയുടെ പ്രീമിയർ ലീ ക്വിയാങ് ഒപ്പുവെച്ചു. പുതിയ നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള 12 സാധാരണ വിസകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനുവദനീയമായ എൻട്രികളുടെ എണ്ണം, സാധുതാ കാലയളവ്, താമസ കാലയളവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കെ വിസകൾ ഉടമകൾക്ക് കൂടുതൽ സൗകര്യം നൽകും. ചൈനയിൽ പ്രവേശിച്ച ശേഷം കെ വിസ ഉടമകൾക്ക് വിദ്യാഭ്യാസം, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ കൈമാറ്റങ്ങളിലും പ്രസക്തമായ സംരംഭക ബിസിനസ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ അനുവാദമുണ്ടാകും. ഈ വിസയ്ക്കുള്ള അപേക്ഷകർ ബന്ധപ്പെട്ട ചൈനീസ് അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളും ആവശ്യകതകളും പാലിക്കുകയും അനുബന്ധ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബാർ, നിർദ്ദിഷ്ട പ്രായം, വിദ്യാഭ്യാസ പശ്ചാത്തലം, പ്രവൃത്തി പരിചയ ആവശ്യകതകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ കെ വിസകൾക്കുള്ള അപേക്ഷകൾക്ക് ഒരു ആഭ്യന്തര തൊഴിലുടമയോ സ്ഥാപനമോ ക്ഷണം നൽകേണ്ടതില്ല. കൂടാതെ അപേക്ഷാ പ്രക്രിയയും കൂടുതൽ ലളിതമാക്കും. രാജ്യത്തിന്റെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണെന്നും ചൈനയുടെ വികസനം അവർക്ക് അവസരങ്ങൾ നൽകുമെന്നും ബീജിംഗ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. പുതിയ യുഗത്തിൽ ചൈനയുടെ തൊഴിൽ ശക്തി വികസന തന്ത്രം കൂടുതൽ നടപ്പിലാക്കുക, വിദേശ യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ചൈനയിലേക്ക് കൊണ്ടുവരിക, യുവ ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകൾക്കിടയിൽ അന്താരാഷ്ട്ര സഹകരണവും കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് പത്രസമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിസ നിയമങ്ങൾ ലഘൂകരിക്കാനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ബീജിംഗിന്റെ പുതിയ നീക്കം. ജൂലൈ അവസാനത്തോടെ 75 രാജ്യങ്ങളുമായി ചൈന ഏകപക്ഷീയമായ വിസരഹിത പ്രവേശന അല്ലെങ്കിൽ പരസ്പര വിസ ഒഴിവാക്കൽ കരാറുകൾ അവതരിപ്പിച്ചിരുന്നു. ഈ ഇളവ് ചെയ്ത വിസ നിയമങ്ങളിൽ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിസരഹിത യാത്രാ പരിപാടികളുടെ വിപുലീകരണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ചൈനയുടെ അതിർത്തികളിൽ എത്തുന്ന അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ബീജിംഗിലെ നാഷണൽ ഇമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡേറ്റ പ്രകാരം 2025 ആദ്യ 6 മാസങ്ങളിൽ വിദേശ പൗരന്മാർ ചൈനയിൽ നിന്നോ മൊത്തം 38.05 ദശലക്ഷം യാത്രകൾ നടത്തി. ഇത് വർഷം തോറും 30.2% വർധനവാണ്. ഈ യാത്രകളിൽ 13.64 ദശലക്ഷം വിസരഹിത എൻട്രികൾ ഉൾപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അപേക്ഷിച്ച് 53.9% വർധനവാണിത്. 2026 സാമ്പത്തിക വർഷത്തിലെ ലോട്ടറി ഉൾപ്പെടെ സെപ്റ്റംബർ 21 ശേഷം സമർപ്പിക്കുന്ന എല്ലാ പുതിയ H-1B വിസ അപേക്ഷകൾക്കും $1,00,000 ഫീസ് നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു. അമേരിക്കൻ ജോലികളും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ട്രംപ് പുതിയ 6 അക്ക ഫീസ് രൂപപ്പെടുത്തിയത്. വെവ്വേറെ $1 മില്യൺ വ്യക്തികൾക്ക് US റെസിഡൻഷ്യൽ ലഭിക്കാവുന്ന ഒരു ട്രംപ് ഗോൾഡ് കാർഡ് വിസ പ്രോഗ്രാം അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഞായറാഴ്ച പുറത്തിറക്കിയ H-1B പതിവ് ചോദ്യങ്ങൾ എന്ന രേഖയിൽ സെപ്റ്റംബർ 19 പ്രഖ്യാപനം ദുരുപയോഗം തടയുന്നതിനും അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുമായി H-1B വിസ പ്രോഗ്രാം പരിഷ്കരിക്കുന്നതിന് സുപ്രധാനവും പ്രാരംഭവും വർദ്ധിതവുമായ നടപടി സ്വീകരിച്ചതായി പറഞ്ഞു. അതേസമയം ചൈന അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്ത്രങ്ങൾ പ്രയോഗിച്ച് മുന്നോട്ടു പോകുന്നതിന്റെ സൂചനകളാണ് ഇതെന്നും ചൈനയുടെ പുതിയ നീക്കങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.